നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കനത്ത മഴയെ തുടർന്ന് ജില്ലയിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തി സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതായും ക്യാമ്പ് സന്ദർശനത്തിന് ശേഷം മന്ത്രി. മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ച് നാളെയുടെ വാഗ്ദാനങ്ങളായി വളർന്നു വരേണ്ടവരാണ് വിദ്യാർത്ഥികളെന്ന് സബ് ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ ന്യൂസ് സ്റ്റാർ ചാനലും ടെസ്ല ഇന്റഗ്രേറ്റഡ് സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റേറിയനും എഴുത്തുകാരനും വാഗ്മിയുമായിരുന്ന MP വീരേന്ദ്രകുമാറിന്റെ 4ാം ചരമവാർഷിക ദിനാചരണം നടത്തി. RJD SC/ST സെന്റർ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് അമ്പലപ്പുഴ MLA ചെസ്സലാം ഉദ്ഘാടനം ചെയ്തു. ഓളപ്പരപ്പിലെ പൂരമായ നെഹ്റു ട്രോഫി ജലോത്സവം ഓഗസ്റ്റ് 10 രണ്ടാം ശനിയാഴ്ച നടത്താൻ കലക്ടറുടെ അധ്യക്ഷതയിൽ കൂടിയ നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനം. വാർത്തകൾ വിശദമായി. കനത്ത മഴയെ തുടർന്ന് ജില്ലയിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തി സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതായി ക്യാമ്പ് സന്ദർശനത്തിന് ശേഷം മന്ത്രി അഭിപ്രായപ്പെട്ടു. കനത്ത മഴയെ തുടർന്ന് ജില്ലയിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തി കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ക്യാമ്പുകൾ സന്ദർശിച്ചതിനു ശേഷം മന്ത്രി പറഞ്ഞു. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് പ്രത്യേക ചികിത്സാ സൗകര്യങ്ങളും ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ട്. ആരോഗ്യകാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി ജില്ലാ മെഡിക്കൽ ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ഹോമിയോ, ആയുർവേദം തുടങ്ങിയ വിഭാഗക്കാരുടെ സേവനവും ക്യാമ്പുകളിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. പുറക്കാട് പനയിൽ ചർച്ചിലെ ക്യാമ്പ്, കരൂർ പുഞ്ചവയൽ ക്യാമ്പ് ഉൾപ്പെടെ അമ്പലപ്പുഴ താലൂക്കിലെ ക്യാമ്പുകളിൽ സലാം MLAയും മന്ത്രിക്കൊപ്പം സന്ദർശനം നടത്തി. മാവേലിക്കര താലൂക്കിലെ ക്യാമ്പുകളിൽ MS അരുൺകുമാർ MLAയും മന്ത്രിക്കൊപ്പം പങ്കെടുത്തു. ആലപ്പുഴ മണ്ഡലത്തിലെ ക്യാമ്പുകളിൽ PP ചിത്തരഞ്ജൻ MLAയും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ എല്ലാ ക്യാമ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ക്യാമ്പുകളിലെല്ലാം ആവശ്യമായ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുമുണ്ട്. വില്ലേജ് ഓഫീസർമാർ കൂടാതെ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും ക്യാമ്പുകളുടെ ചുമതല നൽകിയിട്ടുണ്ട്. പോലീസ്, എക്സൈസ് തുടങ്ങിയ സംവിധാനങ്ങളും സേവനവും ക്യാമ്പുകളിൽ ഒരുക്കിയിട്ടുണ്ട്. മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ MLAമാർ പങ്കെടുത്തുകൊണ്ടുള്ള വെള്ളിയാഴ്ച യോഗവും ചേർന്നിരുന്നു. മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ച് നാളെയുടെ വാഗ്ദാനങ്ങളായി വളർന്നു വരേണ്ടവരാണ് വിദ്യാർത്ഥികളെന്ന് സബ് ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ ന്യൂസ് സ്റ്റാർ ചാനലും ടെസ്ല ഇന്റഗ്രേറ്റഡ് സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ NGO യൂണിയൻ ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ച് നാളെയുടെ വാഗ്ദാനങ്ങളായി വളർന്നു വരേണ്ടവരാണ് വിദ്യാർത്ഥികളെന്ന് സബ് ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി അഭിപ്രായപ്പെട്ടു. പ്രാദേശിക മാധ്യമരംഗത്തെ നിറസാന്നിധ്യമായ ആലപ്പുഴ ന്യൂസ് സ്റ്റാർ ചാനലും പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ടെസ്ല ഇന്റഗ്രേറ്റഡ് സ്കൂളും സംയുക്തമായി SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ കുട്ടികൾക്കായി സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പ്രമോദ് മുരളി. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ ന്യൂസ് സ്റ്റാർ ചാനൽ ഡയറക്ടർ CA ലവൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, ഉപാധ്യക്ഷൻ PSM ഹുസൈൻ എന്നിവർ മുഖ്യാതിഥികളായി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ AS കവിത, MG സതീദേവി, നസീർ പുന്നക്കൽ, കൗൺസിലർമാരായ സിമി ഷാഫി ഖാൻ, B നസീർ, നജിദ ഹാരിസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സ്റ്റാർ ബ്യൂറോ ചീഫ് ആൻഡ് പ്രോഗ്രാം കോർഡിനേറ്റർ ഫിറോസ് അഹമ്മദ് സ്വാഗതവും ടെസ്ല ഇന്റഗ്രേറ്റഡ് സ്കൂൾ ഡയറക്ടർ A നൗഫൽ നന്ദിയും പറഞ്ഞു. നഗരത്തിൽ നിന്നും ഉയർന്ന മാർക്കോടെ MBBS പാസ്സായ ഡോക്ടർ ഫാത്തിമ, ഡോക്ടർ ഷൈമ എന്നിവരെ സബ്ജക്ട് പ്രമോദ് മുരളി ആദരിച്ചു. അനുമോദന ചടങ്ങിന് മുന്നോടിയായി പ്രമുഖ കരിയർ ഗൈഡൻസ് വിദഗ്ധൻ സുധീർ പൊറ്റക്കാടിന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പാർലമെന്റേറിയനും എഴുത്തുകാരനും വാഗ്മിയുമായിരുന്ന MP വീരേന്ദ്രകുമാറിന്റെ 4ാം ചരമവാർഷിക ദിനാചരണം നടത്തി. RJD SC/ST സെന്റർ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് അമ്പലപ്പുഴ MLA ചെസ്സലാം ഉദ്ഘാടനം ചെയ്തു.
പ്രമുഖ പാർലമെന്റേറിയനും എഴുത്തുകാരനും വാഗ്മിയുമായിരുന്ന MP വീരേന്ദ്രകുമാറിന്റെ 4ാം ചരമവാർഷിക ദിനാചരണം നടത്തി. RJD SC/ST സെന്റർ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വീരസ്മൃതി അനുസ്മരണം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ എല്ലാ ജീവിത തലങ്ങളെയും സ്വാധീനിക്കപ്പെടുന്ന ഒന്നാണ് എന്ന കൃത്യമായ ധാരണയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ വൈപുല്യം കാണാൻ പറ്റും. പക്ഷേ എല്ലാ രാഷ്ട്രീയ നേതാക്കളും കാണപ്പെടുന്ന കാര്യം ഇവിടെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യം നോക്കിയാലും പരിസ്ഥിതി സംരക്ഷകനാണ്. അതിനുവേണ്ടിയുള്ള ശക്തമായ പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുന്നയാളാണ്. പിന്നോക്ക ദളിത് വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ നോക്കിയാൽ ആ ജനവിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി ശക്തമായി നിലകൊള്ളുന്നയാളാണ്. സാഹിത്യ മേഖലയിൽ അദ്ദേഹം സംഭാവന നോക്കിയാൽ അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ ഒരു ചാരുത നോക്കിയാൽ പ്രഭാഷകനാണ്. എല്ലാ നിലയും അത്രത്തോളം ശ്രദ്ധേയമായി ഏതെല്ലാം നിലയിൽ ഒരാളെ നമ്മൾ വീക്ഷിച്ചാലും ആ വീക്ഷണകോണിൽ നിന്ന് അതിലെല്ലാം ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിത്വമായി അദ്ദേഹത്തിന് വ്യക്തിത്വം കാണാം. അമ്പലപ്പുഴ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ RJD SC/ST സെന്റർ സംസ്ഥാന പ്രസിഡന്റ് EK സജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. RJD സംസ്ഥാന സെക്രട്ടറി A. റബീജ, M. മനു, കുഞ്ഞൻ ശശി, PKP രവീന്ദ്രൻ, ജമാൽ പള്ളാതുരുത്തി, R. ഉഷാകുമാരി, സ്മിത S. മുണ്ടകത്തിൽ, ബിജു ചരൂപുരയിടം, മോഹൻ C. അറവുന്തറ തുടങ്ങിയവർ സംസാരിച്ചു. അനുസ്മരണ സമ്മേളനത്തെ തുടർന്ന് SSLC+2 ഉന്നത വിജയികൾക്ക് അനുമോദനവും വേദിയിൽ വിതരണം ചെയ്തു. ഓളപ്പരപ്പിലെ പൂരമായ നെഹ്റു ട്രോഫി ജലോത്സവം ഓഗസ്റ്റ് 10 2ാം ശനിയാഴ്ച നടത്താൻ കളക്ടറുടെ അധ്യക്ഷതയിൽ കൂടിയ നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനമായി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഓഗസ്റ്റ് 10 2ാം ശനിയാഴ്ച പുന്നമടക്കായലിൽ നടത്താൻ തീരുമാനമായി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ 70ാമത് വർഷം അതിന്റെ എല്ലാവിധ പ്രാധാന്യത്തോടെയും നടത്തുമെന്ന് PP ചിത്തരഞ്ജൻ MLA പറഞ്ഞു. NTBR സൊസൈറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ അലസ് വർഗീസിന്റെ അധ്യക്ഷതയിലാണ് എക്സിക്യൂട്ടീവ് യോഗം ചേർന്നത്. യോഗത്തിൽ 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വാർഷിക ബജറ്റ് കമ്മിറ്റി പാസാക്കി. കഴിഞ്ഞ വർഷം 2.87 കോടി രൂപയുടെ വരുമാനമാണ് സൊസൈറ്റി നേടിയത്. ചെലവുകൾ കഴിഞ്ഞ് 3.28 ലക്ഷം രൂപയാണ് മിച്ചമുള്ളത്. വള്ളംകളി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ സബ് കമ്മിറ്റികൾക്ക് രൂപം നൽകുന്നതിന് ജൂൺ ആദ്യവാരം യോഗം ചേരാൻ കമ്മിറ്റി തീരുമാനമെടുത്തു. സൊസൈറ്റി സെക്രട്ടറിയായ സബ് കളക്ടർ സമീർ കിഷൻ, ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MC സജീവ് കുമാർ, മുൻ MLA-മാരായ CK സദാശിവൻ, KK ഷാജു എന്നിവരും യോഗത്തിൽ സംബന്ധിച്ചു. വർഷ സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിന്റെ വാർഷികവും ബ്ലാക്ക് ബെൽറ്റ്, വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നീ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. വർഷ സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിന്റെ വാർഷികവും ബ്ലാക്ക് ബെൽറ്റ്, വിദ്യാഭ്യാസ അവാർഡ് വിതരണവും H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പുഴ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ C. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് ദാനം അമ്പലപ്പുഴ SI ഹരിദാസും, കരാട്ടെ പരിശീലകർക്കുള്ള ID കാർഡ് വിതരണവും പെരുമ്പാവൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ S. ബിനുവും, സർട്ടിഫിക്കറ്റ് വിതരണം കേരള കരാട്ടെ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഹാൻഷി R. സൂരജും നിർവഹിച്ചു. കേരള സർവകലാശാല കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ജേതാവ് S. നയനെ, കരാട്ടെ അസോസിയേഷൻ സെക്രട്ടറി ചന്ദ്രശേഖര പണിക്കരും, വിദ്യാഭ്യാസ അവാർഡ് ദാനം പഞ്ചായത്ത് അംഗം K. മനോജ് കുമാറും നിർവഹിച്ചു. MK പ്രതാപൻ, അനിത് മരിയ, സജി, സെക്രട്ടറി CB പോൾ തുടങ്ങിയവർ സംസാരിച്ചു. കരാട്ടെ സ്കൂൾ ചീഫ് വിനോദ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ വളരെ പ്രധാനമായ പലപ്പോഴും നല്ല കായിക ആരോഗ്യം ഉണ്ടെങ്കിലും മാനസികമായ ആരോഗ്യം പ്രയാസപ്പെട്ട് തളർത്തുന്നതാണ്. ഒരുപാട് പൈസ ഉണ്ടായിരുന്നു, കായികമായ തന്നെ ശേഷി ഉണ്ടായിരുന്നു, പക്ഷേ മാനസികമായ ഒരു പ്രയാസത്തിലായി മാനസിക ആരോഗ്യ ശക്തി ഉണ്ടാകുന്നു. അപ്പൊ എല്ലാ നിലയിലും ഇവിടെ സ്കൂളിന്റെ ഭാഗമായ കുട്ടികളുടെ വിദ്യാഭ്യാസ വിജയത്തെ ആദരിക്കുന്നു. ഇതെല്ലാം തമ്മിൽ ചേർന്നതാണ്. ഒരു കുട്ടിയുടെ ചിന്തയും ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏകാഗ്രതയും
അല്ലെങ്കിൽ ഒരു കൃത്യമായ ലക്ഷ്യം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത മഴയെ തുടർന്ന് ജില്ലയിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തി സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതായും ക്യാമ്പ് സന്ദർശനത്തിന് ശേഷം മന്ത്രി. മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ച് നാളെയുടെ വാഗ്ദാനങ്ങളായി വളർന്നു വരേണ്ടവരാണ് വിദ്യാർത്ഥികളെന്ന് സബ് ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ ന്യൂസ് സ്റ്റാർ ചാനലും ടെസ്ല ഇന്റഗ്രേറ്റഡ് സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റേറിയനും എഴുത്തുകാരനും വാഗ്മിയുമായിരുന്ന എം പി വീരേന്ദ്രകുമാറിന്റെ 4ാം ചരമവാർഷിക ദിനാചരണം നടത്തി. RJD SC/ST സെന്റർ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് അമ്പലപ്പുഴ MLA ചെസലാം ഉദ്ഘാടനം ചെയ്തു. ഓളപ്പരപ്പിലെ പൂരമായ നെഹ്റു ട്രോഫി ജലോത്സവം ഓഗസ്റ്റ് 10 2ാം ശനിയാഴ്ച നടത്താൻ കലക്ടറുടെ അധ്യക്ഷതയിൽ കൂടിയ നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.